അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, മനുഷ്യൻ്റെ മൂവ്മെൻറ്റ്, ചലനത്തെ കുറിക്കുന്ന പരിശുദ്ധ ഖുർആൻ ഉപയോഗിച്ച 7 പദങ്ങൾ, അതിലുള്ള ഒരു അത്ഭുതത്തെ സംബന്ധിച്ചാണ് ഈ ഒരു ചെറിയ ഭാഗത്ത് നമ്മൾ സംസാരിക്കുന്നത്. ഓരോ പദങ്ങളും ആ പറയുന്ന വിഷയത്തിനനുസരിച്ച് അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി, തീവ്രത വർദ്ധിച്ചു വരുന്നതായിട്ടും അത് വായനക്കാരിൽ വ്യത്യസ്തമായിട്ടുള്ള ഫീലിംഗ് നിർമ്മിക്കുന്നതായിട്ടെല്ലാം കാണാൻ സാധിക്കും. പരിശുദ്ധ ഖുർആൻ്റെ ഭാഷാത്ഭുതത്തിനുള്ള വലിയൊരു സാക്ഷ്യം കൂടെയാണ് ഈ പ്രയോഗങ്ങൾ. ഇൻഷാ അല്ലാഹ് അത് വിശദീകരിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതിൽ ആ ചലനത്തെ സൂചിപ്പിക്കുന്ന ആദ്യമായിട്ട് കടന്നു വരുന്ന ഒരു പദം, അപ്പോൾ മനുഷ്യൻ്റെ നടത്തത്തെ സൂചിപ്പിക്കുന്ന മശ യംഷി എന്നുള്ള പദമാണ്. അപ്പോൾ ഖുർആൻ സൂറത്ത് മുൽക്കിൻ്റെ 15-ാമത്തെ ആയത്തിൽ ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂലൻ ഫംശൂ ഫീ മനാകിബിഹ, അവനാണ് ഭൂമിയെ നിങ്ങൾക്ക് വേണ്ടി വിധേയമാക്കി തന്നവൻ, അതിനു മീതെ നിങ്ങൾ നിങ്ങളുടെ ഉപജീവനം തേടി നടക്കുക. അതല്ലെങ്കിൽ ഏത് രൂപത്തിൽ നടക്കണമെന്നും ഇപ്പോൾ ഇബാദുർ റഹ്മാൻ, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരെ സംബന്ധിച്ച് പറഞ്ഞ സമയത്ത് സൂറത്ത് ഫുർഖാനിൽ അല്ലദീന യംശൂന അലൽ അർളി ഹൗന, അതല്ലെങ്കിൽ ഏത് രൂപത്തിൽ നടക്കരുതെന്നും സൂറത്തുൽ ലുഖ്മാനിലും സൂറത്തുൽ ഇസ്രായിലെല്ലാം വലാ തംശി ഫിൽ അർളി മർഹ, അതിനെ സംബന്ധിച്ചെല്ലാം അള്ളാഹു അവിടെ സംസാരിക്കുന്നുണ്ട്. അപ്പം അതെല്ലാം ആ ധൃതിയെ സൂചിപ്പിക്കുന്ന രൂപത്തിലൊന്നല്ല, മറിച്ച് ആ കാഷ്വലായിട്ടുള്ള നടത്തത്തെ സംബന്ധിച്ചാണ് അള്ളാഹു അവിടെ പറയുന്നത്. ഇനി രണ്ടാമതായിട്ട് ആ ചലനത്തെ സൂചിപ്പിക്കുന്ന രണ്ടാമതായിട്ട് കടന്നു വരുന്ന മറ്റൊരു പദം ഇൻതശറ എന്നുള്ള പദമാണ്. അപ്പം അതും നോർമലായിട്ടുള്ള ആ നടത്തത്തെ, അല്ലെങ്കിൽ പല ഭാഗത്തേക്കായിട്ട് നടക്കുക, അല്ലെങ്കിൽ പരക്കുക, വ്യാപിക്കുക എന്നുള്ളതാണ് ആ ഒരു പദത്തിനർത്ഥം. അപ്പോൾ സൂറത്ത് ജുമഅയിൽ 10-ാമത്തെ ആയത്തിൽ ഫഇദാ ഖുദിയത്തി സ്വലാത്തു ഫൻതശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫളില്ലാഹ്, അല്ലാഹു പറയുന്നുണ്ട്, നിങ്ങൾ ആ ജുമഅ നമസ്കാരം കഴിഞ്ഞാൽ ഭൂമിയിൽ നിങ്ങൾ വ്യാപിച്ചുകൊള്ളുക, അല്ലെങ്കിൽ പല ഭാഗത്തേക്കായിട്ട് ആ പരക്കുന്നതിനെ സൂചിപ്പിക്കുന്നതാണ് ഫൻതശറ എന്നുള്ള പദം. അത് സമാനമായിട്ടുള്ള പദം അല്ലാഹു സൂറത്തുൽ അഹ്സാബിൻ്റെ 53-ാമത്തെ ആയത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മര്യാദയെ സംബന്ധിച്ച് പറഞ്ഞ സമയത്ത് റസൂലുള്ളാഹിൻ്റെ വീട്ടിൽ ഫഇദാ തുഇംതും ഫൻതശിറൂ, നിങ്ങൾ ആ സദ്യ കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ അവിടെ നിൽക്കാതെ പല ഭാഗത്തേക്കായിട്ട് പിരിഞ്ഞു പോവുക. അതായത് ഓരോ ആളുകൾ വ്യത്യസ്ത ഭാഗത്തേക്കായിട്ട് അവരുടെ വീട്ടിലേക്ക് നടന്നു പോകുക. അതും കാഷ്വലായിട്ടുള്ള ആ നടത്തത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി മൂന്നാമതായിട്ട് ചലനത്തെ കുറിക്കുന്ന മറ്റൊരു പദം സാറ യസീറു എന്നുള്ള പദമാണ്. പലപ്പോഴും നമ്മൾ കേട്ടിരിക്കും. അത് വളരെ ദീർഘദൂരം സഞ്ചരിക്കും, നമ്മൾ ടൂറായിട്ടെല്ലാം ദീർഘദൂരം സഞ്ചരിക്കുന്നതിനെ സൂചിപ്പിക്കുന്നതാണ്. ഇപ്പോൾ പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് റൂമിൻ്റെ 42-ാമത്തെ ആയത്തിലും സൂറത്തു നംലിൻ്റെ 69-ാമത്തെ ആയത്തിലെല്ലാം ഖുൽ സീറൂ ഫിൽ അർളി ഫൻദുറൂ കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബൽ, അല്ലെങ്കിൽ കൈഫ കാന ആഖിബത്തുൽ മുജ്രിമീൻ, നിങ്ങൾ ഭൂമിയുടെ വ്യത്യസ്ത ഭാഗത്തേക്ക് സഞ്ചരിച്ച് നിങ്ങളുടെ മുൻഗാമികളുടെ ആ ചരിത്രത്തെ സംബന്ധിച്ച് പഠിക്കാൻ അള്ളാഹു പറയുന്നുണ്ട്. അതല്ലെങ്കിൽ സൂറത്തു അങ്കബൂത്തിൻ്റെ 20-ാമത്തെ ആയത്തിൽ ഖുൽ സീറൂ ഫിൽ അർളി ഫൻദുറൂ കൈഫ ബദഅൽ ഖൽഖ്, അള്ളാഹു ഏതു രൂപത്തിലാണ് ആ സൃഷ്ടിപ്പ് ആരംഭിച്ചത്, ആ സൃഷ്ടികളെ സംബന്ധിച്ച് പഠിക്കാനും അള്ളാഹു അവിടെ എല്ലാം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം അതെല്ലാം വളരെ കാഷ്വലായിട്ടുള്ള, അല്ലെങ്കിൽ ധൃതിയെ സൂചിപ്പിക്കുന്ന ഘടകങ്ങളൊന്നും ആ പദത്തിനകത്തും കാണാൻ സാധ്യമല്ല. അപ്പോൾ നോക്ക്, നമ്മൾ ഇതുവരെ പറഞ്ഞ ആ 3 പദങ്ങൾ, ഇപ്പോൾ നടക്കുക യംഷി, അല്ലെങ്കിൽ പല ഭാഗത്തേക്കായിട്ട് നടക്കുക, വ്യാപിക്കുക ഇൻതശറ, അല്ലെങ്കിൽ സാറ യസീറു സഞ്ചരിക്കുക, ഇതെല്ലാം ഈ പദങ്ങളെല്ലാം അള്ളാഹു പ്രധാനമായിട്ട് ദുനിയാവുമായിട്ട് ബന്ധപ്പെട്ടാണ് സംസാരിക്കുന്നത്. ആ പദത്തിനകത്ത് വലിയ ധൃതി അല്ലെങ്കിൽ വേഗതയെ കുറിക്കുന്ന എലമെൻറ്റുകളൊന്നുമില്ല, അതായത് അതിൻ്റെ തീവ്രത കുറവാണ്. അതേസമയം മറുവശത്ത് അള്ളാഹു പരലോകവുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്ന സമയത്തും ഈ ചലനത്തെ കുറിക്കുന്ന വ്യത്യസ്ത പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെയെല്ലാം ആ പദങ്ങളുടെ ആ ചോയ്സ് മാറുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പം അതെല്ലാം വായിക്കുന്ന സമയത്ത് വായനക്കാരനുണ്ടാകാൻ പോകുന്ന ഫീലിംഗ്, അല്ലെങ്കിൽ അവൻ്റെ ആ ഒരു പൾസ് എല്ലാം കൂട്ടുന്ന രൂപത്തിലുള്ള പ്രയോഗങ്ങളാണ്. അവിടെ ആ ഒരു തീവ്രതയുടെ ആ ഗ്രാഫ് ഉയർന്നു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് അള്ളാഹു ഉപയോഗിച്ച ഒരു പദം 4-മതായിട്ട് സ എന്നുള്ള പദമാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ആ സൂറത്തുൽ ജുമഅയുടെ തൊട്ടു മുമ്പുള്ള 9-ാമത്തെ ആയത്തിൽ ഇദാ നൂദിയ ലിസ്വലാത്തി മിൻ യൗമിൽ ജുമഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്, ആ ജുമഅ ദിവസം നമസ്കാരത്തിന് വേണ്ടി വിളിച്ചാൽ നിങ്ങൾ ഫസ്ഔ, നിങ്ങൾ വേഗത്തിൽ വരിക. അപ്പോൾ അവിടെ ആ ഗ്രാഫ് ഒരല്പം ഉയരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അവിടെ കാഷ്വലായിട്ടുള്ളതല്ല, മറിച്ച് ഇപ്പോൾ സഈ നമുക്കറിയാം, ഹജ്ജിലും ഉംറയിലെല്ലാം നിർവഹിക്കുന്ന സഈ അവിടെ ബ്രിസ്ക് വാക്കിംഗ് ആണ്, ഒരല്പം വേഗത്തിലുള്ള നടത്തമാണ്. ആ ലക്ഷ്യബോധത്തോടുകൂടെ ഫോക്കസോടുകൂടെയുള്ള ആ നടത്തം, ആ ഒരു പദമാണ്. അപ്പോൾ നമസ്കാരത്തിലേക്ക് വരുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞ സമയത്ത് ഫസ്ഔ, അതേസമയം നമസ്കാരം കഴിഞ്ഞു പോകുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞ സമയത്ത് അവിടെ വീട് മാറി ഫൻതശിറൂ ഫിൽ അർള്. ഇനി അടുത്തതായിട്ട് ആ ഗ്രാഫ് ഒന്നുകൂടെ ഉയരാൻ പോവാണ്. അടുത്തതായിട്ട് 5-മതായിട്ട് അള്ളാഹു ഉപയോഗിച്ച ഒരു പദം സാറ എന്നുള്ള പദമാണ്. അപ്പോൾ സരിയ എന്ന് വെച്ചാൽ നമുക്കറിയാം വേഗതയാണ്. അപ്പോൾ ലക്ഷ്യത്തിലേക്ക് വേഗത്തിൽ നീങ്ങുക. അപ്പോൾ പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ആൽ ഇംറാന്റെ 133-ാമത്തെ വചനത്തിൽ വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന,
അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനത്തിലേക്ക്, അല്ലെങ്കിൽ ആകാശഭൂമികളോളം വിശാലമായിട്ടുള്ള സ്വർഗത്തിലേക്ക് നിങ്ങൾ വേഗത്തിൽ മുന്നേറുക. അപ്പോൾ വളരെ ധൃതിയോടുകൂടി ആ വേഗതയിൽ ആ സാറ ആ രൂപത്തിൽ ഓടിയ ഒരാൾ മുന്നിലെത്തിക്കഴിഞ്ഞാൽ അടുത്ത പദം ആറാമതായിട്ട് സാബക്ക എന്നുള്ള പദം, അതായത് ഒന്നാമതായിട്ട് ആ ഫിനിഷിംഗ് പോയിന്റിൽ എത്താൻ വേണ്ടിയുള്ള ഓട്ടം. സിബാക്ക് എന്ന് വെച്ചാൽ ഭാഷയിൽ ആ റേസ് ഓട്ട മത്സരമാണ്. അപ്പോൾ അവിടെ ആ ഡിഗ്രി അല്ലെങ്കിൽ ആ ഗ്രാഫ് ഒന്നുകൂടെ ഉയരാണ്. ഇപ്പോൾ പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയുടെ 148 ആയത്തിൽ ഫസ്തബിഖുൽ ഖൈറാത്ത്, ആ നന്മയുടെ മാർഗത്തിൽ നിങ്ങൾ അതിവേഗത്തിൽ നിങ്ങൾ കുതിക്കുക ഒന്നാമതായിട്ട് എത്താൻ വേണ്ടി. അതല്ലെങ്കിൽ ആ സൂറത്തുൽ ഹദീദിൻ്റെ 21 ആയത്തിലും സാബിഖു ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വ ജന്ന, അള്ളാഹുവിലേക്ക് അല്ലെങ്കിൽ ആ സ്വർഗത്തിലേക്ക് നിങ്ങൾ ഓടിയെടുക്കുക, അല്ലെങ്കിൽ ഒന്നാം സ്ഥാനത്തിലേക്ക് വേണ്ടി നിങ്ങൾ ഓടുക. അപ്പോൾ അള്ളാഹുവിലേക്കുള്ള അല്ലെങ്കിൽ ആ സ്വർഗത്തിന് വേണ്ടിയുള്ള ഓട്ട മത്സരത്തിൽ ആ ഫിനിഷിംഗ് പോയിന്റിൽ ഒരാൾ മാത്രമല്ല, മറിച്ച് ഒരുപാട് ആളുകൾ ഒരേ രൂപത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുന്ന ആളുകളുണ്ടാകും. അതുകൊണ്ടാണ് ഇപ്പോൾ സൂറത്തുൽ വാഖിയയുടെ 10-11 ആയത്തുകളിൽ വസ്സാബിഖൂന സാബിഖൂൻ ഉലൈക്കൽ മുഖറബൂൻ അള്ളാഹു പറയുന്നുണ്ട്. അതല്ലെങ്കിൽ ആ സൂറത്ത് തൗബയുടെ 100 ആയത്തിലും വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, അള്ളാഹു അവിടെയെല്ലാം ഒരു വിഭാഗത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ആ ഒരു ഓട്ടം അല്ലെങ്കിൽ ആ ഒന്നാം സ്ഥാനത്തിന് വേണ്ടിയുള്ള ആ കുതിപ്പിനെ സംബന്ധിച്ചാണ് ആ ഒരു പദം അള്ളാഹു ഉപയോഗിക്കുന്നത്. ഇനി അവസാനം 7ാമതായിട്ട് ആ ഭാഷയിൽ ആ വേഗതയെ കുറിക്കുന്ന ഏറ്റവും തീവ്രമായിട്ടുള്ള ഏറ്റവും എക്സ്ട്രീമായിട്ടുള്ള പദം, ആ ഗ്രാഫ് ഏറ്റവും ഉയർന്ന ഡിഗ്രിയിലെത്തുന്ന ആ ഒരു പദം ഫറ യഫിറു എന്നുള്ള പദമാണ്. അപ്പോൾ അത് ആ ജീവനും വേണ്ടിയുള്ള ഓട്ടം അതിനെ സൂചിപ്പിക്കുന്നതാണ്. ഇപ്പോൾ ഒരു സിംഹത്തിൽ നിന്നും ഒരു മാന് ഓടി ഒളിക്കുന്നത് പോലെ. ഇപ്പോൾ പരിശുദ്ധ ഖുർആനിൽ തന്നെ സമാനമായിട്ടുള്ള പദം സൂറത്ത് മുദ്ദസിറിൻ്റെ 51 വചനത്തിൽ ഫറത്ത് മിൻ ഖസ്വറ, ആ സിംഹത്തിൽ നിന്നും ഓടി ഒളിക്കുന്ന കഴുതകളെ സംബന്ധിച്ച് അത് ജീവനു വേണ്ടിയുള്ള ഓട്ടമാണ്. സമാനമായിട്ടുള്ള പദം വീണ്ടും സൂറത്ത് ഷുഅറാൻ്റെ 21 വചനത്തിലും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സംഭവത്തിലും സമാനമായിട്ടുള്ള പദം കടന്നു വരുന്നുണ്ട്. അപ്പോൾ സുബ്ഹാനല്ലാഹ്, ആ വേഗതയെ കുറിക്കുന്ന ഏറ്റവും തീവ്രമായിട്ടുള്ള ഏറ്റവും ഹയ്യസ്റ്റ് ഡിഗ്രിയിലുള്ള ആ പദം ആ ഫറ യഫിറു എന്നുള്ള പദമാണ് അള്ളാഹുവിലേക്കുള്ള ഓട്ടത്തെ സംബന്ധിച്ച് പറഞ്ഞ സമയത്ത് അള്ളാഹു ഉപയോഗിച്ചത്. അപ്പോൾ സൂറത്തു ദാരിയാത്തിൻ്റെ 50 ആയത്തിൽ ഫഫിറു ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് ഓടുക. അപ്പോൾ അവിടെ ഏറെ കൗതുകരായിട്ടുള്ളൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു അപകട മേഖലയിൽ നിന്നും ഒരു ഡേഞ്ചർ സോണിൽ നിന്നും ആ സേഫ് സോണിലേക്കുള്ള ജീവനും കൊണ്ടുള്ള ഓട്ടം, അതാണ് ആ പദം കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ അള്ളാഹുവിലേക്ക് ഓടുക എന്ന് പറയുന്നുണ്ട്, പക്ഷേ എന്തിൽ നിന്നാണെന്ന് അവിടെ പറയുന്നില്ല. അപ്പോൾ പൊതുവെ ഭാഷയിൽ ഒരു കാര്യത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് ഓടുക, അല്ലെങ്കിൽ ഫറ മിനൽ അസദ്, സിംഹത്തിൽ നിന്നും ഓടുക, ആ രൂപത്തിലാണ് പറയാറുള്ളത്. അപ്പോൾ അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇപ്പോൾ സ്വഹീൽ ബുഖാരിയിൽ പകർച്ചവ്യാധികളെ സംബന്ധിച്ച് പറഞ്ഞ സമയത്ത് ഫറ മിനൽ മജ്ദൂമി കമാ തഫിറു മിനൽ അസദ്, നിങ്ങൾ ആ പകർച്ചവ്യാധിയിൽ നിന്നും ആ സിംഹത്തിൽ നിന്നും ഓടി ഒളിക്കുന്നത് പോലെ നിങ്ങൾ ഓടി അകലുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഡേഞ്ചർ സോണിൽ നിന്നും ഒരു സേഫ് സോണിലേക്ക് ഓടുക, അപ്പോൾ എന്തിൽ നിന്നാണെന്ന് പറയേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു ആയത്തിൽ ഫഫിറു ഇലല്ലാഹ്, അതിൽ എന്തിലേക്കാണ് അല്ലെങ്കിൽ എവിടേക്കാണ് അഭയത്തിന് വേണ്ടി ഓടേണ്ടത്, ആ സേഫ് സോണിനെ സംബന്ധിച്ച് അൽ മഹ്റൂബ് ഇലൈഹി അതിനെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നുണ്ട്. അതേസമയം എന്തിൽ നിന്നാണ് ഓടേണ്ടത്, ആ ഡേഞ്ചർ സോണിനെ സംബന്ധിച്ച് അൽ മഹ്റൂബ് മിൻഹു അതിനെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നില്ല. മനോഹരമാണ്. കാരണം എല്ലാ ഡേഞ്ചർ സോണുകളിൽ നിന്നുള്ള ഏക അഭയകേന്ദ്രം അത് അള്ളാഹു മാത്രമാണ്. ആ ഡേഞ്ചർ സോണുകൾ ഓരോ ആളുകൾക്കും വ്യത്യസ്തമാകും. എൻ്റെ പ്രശ്നങ്ങൾ എൻ്റെ പ്രതിസന്ധികളാകില്ല നിങ്ങളുടെ പ്രശ്നങ്ങൾ. ഓരോ ആളുകൾക്കും അത് വ്യത്യസ്തമാണെങ്കിലും മുഴുവൻ ആളുകൾക്കും ഓടിയൊളിക്കാനുള്ള അഭയകേന്ദ്രം അത് അള്ളാഹു മാത്രമാണ്. അതുകൊണ്ടാണ് സൂറത്ത് തൗബയുടെ 118 ആയത്തിൽ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ആയിട്ട് ബന്ധപ്പെട്ട ആയത്തിൽ അലാ സലാസത്തിൽ ലദീന ഖുല്ലിഫു, ആ ആയത്തിൽ ലാ മൽജഅ മിനല്ലാഹി ഇല്ലാ ഇലൈഹി, അള്ളാഹുവിൽ നിന്നും അള്ളാഹുവിലേക്കല്ലാതെ മറ്റൊരു അഭയകേന്ദ്രം ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ലാ മൽജഅ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക്, അള്ളാഹുവിൽ നിന്നും അള്ളാഹുവിലേക്കല്ലാതെ മറ്റൊരു അഭയകേന്ദ്രമില്ല. സൂറത്തുൽ കഹ്ഫിൻ്റെ 27 വചനത്തിലും വലൻ തജിദ മിൻ ദൂനിഹി മുൽതഹദ, അതല്ലാതെ മറ്റൊരു സേഫ് സോൺ മറ്റൊരു അഭയകേന്ദ്രം മനുഷ്യരാശിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അവർ ഓടിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിലേക്കാണ്. അതേസമയം അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ധിക്കരിച്ച് ജീവിക്കുന്ന ആളുകൾക്കും അവർക്കും ഓടാനുള്ളത് അള്ളാഹുവിലേക്ക് മാത്രമാണ്. അപ്പോൾ മനോഹരമായിട്ടുള്ള ഒരു ഉദാഹരണം പണ്ഡിതന്മാർ പറയാറുണ്ട്. അനുസരണക്കേട് കാണിച്ചതിൻ്റെ പേരിൽ ഒരു മാതാവ് കുട്ടിയെ ശിക്ഷിക്കുന്ന സമയത്ത് ആ മാതാവിനെ തന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉമ്മ എന്ന് വിളിച്ച് കരയുന്ന ഒരു കുട്ടി, അതുപോലെ എത്ര ധിക്കാരം പ്രവർത്തിച്ചാലും അയാൾക്ക് ഓടാനുള്ളത് അള്ളാഹുവിലേക്ക് മാത്രമാണ്. അതായത് ഫഫിറു ഇലല്ലാ, 2 രൂപത്തിലുള്ള ഓട്ടം. ഒന്ന് അള്ളാഹു വെറുക്കപ്പെട്ടതിൽ നിന്നും നിങ്ങൾ ഓടി അകലുക, അതേസമയം അള്ളാഹു ഇഷ്ടപ്പെട്ടതിലേക്ക് നിങ്ങൾ ഓടി അടുക്കുക. അപ്പം അത് മാത്രമാണ് യഥാർത്ഥത്തിലുള്ള അഭയകേന്ദ്രം, സേഫ് സോൺ. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അതല്ലാതെ അഭയകേന്ദ്രങ്ങളായിട്ട് നിങ്ങൾക്ക് തോന്നുന്നതെല്ലാം കേവലം ഇല്യൂഷനുകൾ മാത്രമാണ്. പലരും പലതിൻ്റെയും പിറകെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ചില ആളുകൾ സമ്പത്തിന് പിറകെ ഓടുന്നുണ്ട്, അതല്ലെങ്കിൽ ചില ആളുകൾ പെണ്ണിന് പിറകെ ഓടുന്നുണ്ട്. അതെല്ലാം അഭയകേന്ദ്രങ്ങളാണെന്ന് അവർ തെറ്റിദ്ധരിക്കുക മാത്രമാണ്. യഥാർത്ഥത്തിൽ
അഭയകേന്ദ്രമായിട്ടുള്ളത് അള്ളാഹു മാത്രമാണ്. ഫഫിറു ഇലല്ലാ, അള്ളാഹുവിലേക്ക് നിങ്ങൾ ആ ജീവനും വേണ്ടി ഓടുക. സൂറത്തുൽ അൻഫാലിലെ 24-ാമത്തെ വചനത്തിൽ സ്തജീബു ലില്ലാഹി വലിർ റസൂലി ഇദാ ദഅാകും ലിമാ യുഹ്യീകും, നിങ്ങൾക്ക് ജീവൻ നൽകുന്നതിലേക്ക് നിങ്ങൾ വിളിച്ചാൽ നിങ്ങൾ ആ വിളിക്കുത്തരം നൽകുക. അവിടെ മാത്രമാണ് ജീവൻ. മനുഷ്യരാശിക്കുള്ള ഏക അഭയകേന്ദ്രം, എല്ലാ അപകടങ്ങളിൽ നിന്നുള്ള ഏക സേഫ് സോൺ എന്നുള്ളത് അത് അള്ളാഹു മാത്രമാണ്. ഫഫിറു ഇലല്ലാ.